ഒത്തിരിയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഒഴുകാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി നമുക്കിന്ന് വചനം കേട്ട് ഒരുങ്ങാം. ദൈവവചനമാണ് നമ്മുടെ ഹൃദയത്തെ നവീകരിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത്, സൗഖ്യം നൽകുന്നത്. യോഹന്നാൻ 15:3 വചനമുണ്ട്, എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ കേൾക്കണം, ഹൃദയത്തിലേക്ക് നിറയ്ക്കണം. വിശുദ്ധി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരന്തരം ദൈവവചനം അവർ വായിക്കുക, ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഈശോയുടെ വചനങ്ങളെല്ലാം ആത്മാവാണ്, ജീവനാണ്, സത്യമാണ്. യോഹന്നാൻ 17:17 സത്യമാണ്. അപ്പോൾ ആ വചനത്തിനായിട്ട് ഹൃദയം തുറന്ന് വചനം സ്വീകരിച്ചാൽ മതി. അതുകൊണ്ട് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും, മാനസാന്തരം ഉണ്ടാകും, ജീവിതം നവീകരിക്കപ്പെടും, പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം സംഭവിക്കും. വെളിപാട് 3:20 പറയുന്ന പോലെ, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും. അപ്പോൾ സ്വരം കേൾക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ആളിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുക. ദൈവവചനം കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുക എന്നർത്ഥം. അത് ഹൃദയത്തിൽ സ്വന്തമാക്കുക, അത് ഉള്ളിലോട്ട് കൊണ്ടുവരിക, അത് സ്വീകരിക്കുക എന്ന് വെച്ചാൽ അത് വെറുതെ കേൾക്കലല്ലത്. അപ്പം അത് അങ്ങനെ ഹൃദയത്തിലേക്ക് വചനം കേൾക്കുന്ന, തുറന്നു കൊടുക്കുന്ന, ജീവിതം തുറന്നു കൊടുക്കുന്ന ജീവിതങ്ങളാണ് ഈശോ പ്രവേശിക്കുന്നതും വചനമാകുന്ന ഈശോ കർത്താവ് പ്രവേശിച്ച് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, സൗഖ്യങ്ങൾ പ്രവർത്തിക്കുന്നത് കൊടുക്കും നമുക്കറിയാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 11 40 മുതൽ 47 വരെയുള്ള വചനങ്ങൾ നമ്മൾ വരുമ്പോൾ അവിടെ കാണാൻ പറ്റും ഈശോ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ അവിടെ വളരെ വ്യക്തതയോടെ നമുക്ക് കാണാൻ പറ്റും ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് പറയും. അപ്പം അതിനുശേഷം ഈശോ ആ മരിച്ചു കിടക്കുന്ന ലാസറിൻ്റെ കല്ലറയുടെ ആ കല്ലെടുത്ത് മാറ്റാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തുറക്കാൻ പറയും, വചനത്തിനായിട്ട് തുറക്കാം. മരിച്ചവർക്ക് പോലും ദൈവവചനം പ്രസംഗിക്കണം പറഞ്ഞ കാരണം അതാണ്. ഇപ്പോൾ ദൈവം വെറും ശാരീരിക മരണമല്ല ഇവിടെ, ആത്മീയ മരണമൊക്കെ സംഭവിച്ചിരിക്കുന്ന ആളുകളോട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളുകൾ ദൈവവചനം പറയുമ്പോൾ അവരിൽ ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകും. അവർ ഉയർത്തെഴുന്നേൽക്കും. അവർ പാപത്തിലാകാം, രോഗത്തിലാകാം, നിരാശയിലാകാം, അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ആൾ കാണാം, ഒരു വലിയൊരു ഫാമിലി പ്രോബ്ലത്തിനാണ്, 8 വർഷമായിട്ടുള്ള ഒരു വലിയൊരു ഫാമിലി പ്രോബ്ലമാണ്. അപ്പോൾ ഇവർ വിശ്വാസമൊക്കെ 2 പേർക്കും, ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്യൂസ് പിടിച്ചൊരു ഫാമിലിയാണ്. അപ്പോൾ ആര് നോക്കിയാലും കരകയറില്ലാത്ത സംഭവമാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര ഒരു ദുരീശ്വരവാദത്തിൻ്റെ ശൈലിയും പിന്നെ ഇന്നത്തെ പുതിയ നവീനമായ ഒരുപാട് കാഴ്ചപ്പാടുകൾ അവനെ ബന്ധിച്ചിട്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അവനൊരു അസ്വസ്ഥനായൊരു വ്യക്തിയാണ്, അവനൊരു രക്ഷപ്പെടാമെന്ന് വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തി പോലെ. അപ്പോൾ അവൻ്റെ ചില തീരുമാനങ്ങളുണ്ട്, ആ തീരുമാനങ്ങളൊന്നും ദൈവവചനാധിഷ്ഠിതമല്ല, കുടുംബജീവിതത്തിനൊന്നും പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവർ രണ്ടുപേരും എന്നും വഴക്കുമ്പോൾ അപ്പോൾ ഇവർ ഡിവോഴ്സിലേക്ക് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു അവസാനം എത്തിച്ചേർന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നത്. ഞാനത് എൻ്റെ സ്നേഹിതരുടെ അടുത്തേക്ക് ഞാൻ വിട്ടു, അവർ പോയി കൗൺസിലിങ്ങൊക്കെ നടത്തി പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഒരുക്കി കുറേ നാൾ ഒരുങ്ങി. അപ്പം ഏകദേശം 1 വർഷത്തോളം ഞാൻ ഇവരോട് സംസാരിക്കാതെ മാറി നിന്നു. കാരണം വെച്ചാൽ സംസാരിക്കാൻ മാറി, കാരണം ദൈവവചനം കേൾക്കുന്ന ഒരു സമയത്ത് ചെന്നാലേ അവിടെ അത്ഭുതം പ്രവർത്തിക്കേണ്ടി പറ്റുള്ളൂ. ദൈവിക ഇടപെടലുണ്ടോ? പല ആളുകളിലും ദൈവവചനത്തിൻ്റെ അനുഭവം കിട്ടാത്തത് അവർ ഹൃദയം തുറക്കുക. അപ്പോൾ വെറുതെ വചനം അങ്ങനെ കൊടുക്കരുതെന്നാണ് ബൈബിൾ പറയുന്നത്. അതാണ് ഈ മത്തായി 7:6 വചനമുണ്ട്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് എറിഞ്ഞു കൊടുക്കരുത്, അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ദൈവവചന പ്രസംഗം കഴിയുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കും. കാരണം വെച്ചാൽ അവനത് സ്വീകരിച്ചിട്ടില്ല. അവൻ്റെ ഹൃദയം പാറ പോലെ കഠിനമായൊരു ഹൃദയമായതുകൊണ്ട് ആ വചനം കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 വർഷത്തോളം ഈ വ്യക്തിയോട് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ എപ്പോഴും മാറ്റും. അപ്പോൾ അവസാനം ഇവർ വളരെ എളിമപ്പെട്ട് ഒരുപാട് വീണ്ടും പ്രശ്നം, അവസാനം ഡിവോഴ്സ് ഉറപ്പിച്ച് 2 പേരും കൂടെ എൻ്റെ അടുത്തെത്തി. അപ്പോൾ ഏകദേശം ഞാനൊരു 1.5 മണിക്കൂറോളം ഇവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈശോ എനിക്ക് ഒരുപാട് കാര്യം ഓർക്കുമ്പോൾ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുന്നപ്പോഴും തന്നെ പരിശുദ്ധാത്മാവ് ഈ 2 പേരിലേക്കും നിറഞ്ഞൊഴുകുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അവർ എഴുന്നേറ്റ് പോകുമ്പോൾ അവരിലുണ്ടായ എല്ലാ മേഖലയിലെയും പ്രശ്നങ്ങൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് സൗഖ്യപ്പെടും. കാരണം അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വചനം കൊടുക്കുക, അവർ ഹൃദയം തുറന്നിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു.
ഹൃദയം തുറന്ന്, അപ്പോൾ അത് പരിശുദ്ധാത്മാവിനോട് പറയും, ഉള്ളി പറയും, തുറന്ന് ഹൃദയം ദൈവവചനത്തിനായിട്ട്. ചില ആളുകൾ വരുന്നത് വചനത്തിനായിട്ട്, അല്ലെങ്കിൽ അവർ രോഗശാന്തി വേണം, അല്ലെങ്കിൽ അവരുടെ പണത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ വേണം, ജോലി പ്രശ്നം മാറണം, അപ്പോൾ ഇതിനു വേണ്ടി. അപ്പോൾ അങ്ങനെ വരുന്ന പല ആളുകൾ ഹൃദയം തുറക്കുന്നില്ല. അപ്പോൾ അവർ വചനത്തിന്, ദൈവവചനം സ്വീകരിക്കാനും, ദൈവവചനം ഈശോയാണ്. ദൈവവചനമെന്ന് പറയുമ്പോൾ ഈശോ യോഹന്നാൻ 1:14 പറയും, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവവചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ദൈവവചനം ഹൃദയത്തിൽ നിറയുന്നൊരു അനുഭവമാണ്. അപ്പോൾ അവിടെ ഈശോ തന്നെയാണ് വചനം. അത് കൃപയും സത്യം ഈശോയിലോട് വെച്ചാൽ അത് വചനം തന്നെയാണ്, ഈശോ തന്നെയാണ്. അപ്പോൾ ദൈവവചനം സ്വീകരിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിയിൽ പരിവർത്തനം, മാനസാന്തരമുണ്ട്. പിന്നത്തെ തലമുറയുണ്ട്, ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ദൈവവചനം ഭക്ഷിക്കുന്ന, സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയുന്നത് കാണാൻ പറ്റും. കാരണം അത് വലിയൊരു അപകടമാണ് വരാൻ പോകുന്നത്. കാരണം ദൈവവചനം സ്വീകരിക്കുന്ന വ്യക്തിയിൽ അത് കാണും തീർച്ചയായിട്ടും. കാരണം അത് ആ വചനത്തിൻ്റെ അത് വിശ്വസിക്കുക, ദൈവവചനത്തെ വിശ്വസിക്കാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഒരുപാട് എളിമ വേണ്ടത്. ഇപ്പോൾ അച്ഛൻ ആവർത്തിച്ച് പറയുന്ന യെശയ്യാ 66 വചനം പറയുന്ന പോലെ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ എളിമപ്പെട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയിലേക്കാണ് ആ കൃപയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ അല്ല, കൃപയ്ക്ക് ഒരിക്കലും അല്ല പ്രവർത്തിക്കാം. കൃപ പ്രവർത്തിക്കുന്ന എപ്പോഴും എളിമയുള്ള, വിശ്വാസമുള്ള, വിശുദ്ധിയുള്ള ആളുകളിലാണ് ദൈവവചനത്തിന് 100 മടങ്ങ് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പറ്റുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവവചനത്തിനായിട്ട് തുറക്കണം. പലപ്പോഴും ചില ആളുകളുടെ ബിഹേവിയർ കാണുമ്പോൾ തുറന്നിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ചിലരോട് വലിയ താല്പര്യം, വചനം കേൾക്കാനും വല്ല ഓടി എൻ്റെ അടുത്ത് ഓടി വരും. പക്ഷേ വരുന്നുണ്ടെങ്കിലും ഇവയുടെ ഉള്ളിൽ ഹൃദയം തുറന്നിട്ടോ. കാരണം സ്വീകരിക്കുക എന്ന് പറഞ്ഞ അത് നമുക്കറിയാം. കാരണം സ്വീകരിക്കുന്നൊരു വ്യക്തി അത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കും. മുഴുവൻ കേട്ടത് സ്വീകരിക്കാൻ അത് ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോഴാണ് ഈ വ്യക്തിയിൽ ഈ വലിയൊരു പരിവർത്തനം, മാനസാന്തരം, ചേഞ്ച്, സൗഖ്യം സംഭവിക്കുന്നത്. ഒരിക്കലും പരിശുദ്ധാത്മാവ് നിറയാത്തൊരു വ്യക്തിയിൽ അല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാത്തൊരു വ്യക്തിയിൽ അങ്ങനെ വചനം കേൾക്കാൻ പോയിരിക്കാൻ പറ്റില്ല വ്യക്തി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റും ആളുകൾ കൂടുമ്പോഴോ, ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ ശുശ്രൂഷകരൊക്കെ പറയും, ഞങ്ങളുടെ ശുശ്രൂഷകർ ഞാൻ പറയാം, അപ്പോൾ അത് ആളുകൾ കൂടുന്നില്ല. അപ്പോൾ വചനത്തിനായിട്ട് ദാഹിക്കുന്ന ആളുകളെ നിങ്ങൾ ഡിസേൺമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് നിങ്ങൾ ദൈവവചനം കൊടുക്കണം. കാരണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ വചനത്തിൻ്റെ ഫലം സംഭവിക്കുന്നത് കാണാൻ പറ്റും, വളരുന്നത് കാണാൻ പറ്റും. ലൂക്കാ സുവിശേഷം 8:10 മുതൽ 15 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. 12 മുതൽ വചനം, ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇപ്പോൾ ദൈവവചനത്തിനായിട്ട് നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കണം. അപ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതൽ, മാനസാന്തരങ്ങൾ സംഭവിക്കുക. പൈശാചിക ശക്തികൾക്ക് എപ്പോഴുള്ള പ്രശ്നം അത് വചനം ഒരിക്കലും കേൾക്കാൻ തയ്യാറാകത്തില്ല. അത് വചനത്തെ കാണാൻ കേൾക്കാനൊക്കെ വരും, പക്ഷെ സ്വീകരിക്കുന്നത് കാണില്ല നമ്മൾ. അതാണ് എൻ്റെ പ്രത്യേകത. അവിടെയാണ് ഈ വചനത്തിൻ്റെ വീണ്ടും അച്ഛൻ പറയാം, ലൂക്കാ സുവിശേഷം 8:12, ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയും. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ചിലരുണ്ട്, നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അപസ്വരങ്ങൾ, മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും അവർ വചനം എടുത്തു കളയാൻ വേണ്ടി ആളുകൾ എപ്പോഴും ഓർത്തണം, നമ്മുടെ ഉള്ളിലേക്ക് വിതയ്ക്കപ്പെടുന്ന ദൈവവചനം എടുത്തു കളയാൻ വേണ്ടി ദുഷ്ടാരൂപികൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതെപ്പം വേണമെങ്കിലും വരാം. അത് പലതരത്തിലാണ്. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് വേറൊരു കാര്യത്തിലേക്ക് പോകും, നമ്മൾ പല കാര്യങ്ങൾ ചിലപ്പോൾ ഇത് ഒറ്റ സെക്കൻഡ് കൊണ്ടൊരു വിലയുള്ളതിനെ വിലയില്ലാതാക്കി തീർക്കുന്ന ചില പെരുമാറ്റങ്ങൾക്ക് പോലും പിശാച് ചെയ്യും. പക്ഷെ ചിലപ്പോൾ ഞാൻ പലപ്പോഴും പൈശാചിക ശക്തികൾ ദൈവവചനത്തിനെ അടിക്കുന്നത് ചിലപ്പോഴും ദൈവത്തിനെതിരായ ആളുകളിലൂടെ അല്ല പലപ്പോഴും ദൈവവചനത്തിനെ അടിക്കുന്നത്. ദൈവവചനത്തോട് ഒത്തിരി താല്പര്യം കാണിക്കുന്ന ആളുകളെ തന്നെ ഉപയോഗിച്ച് തന്നെ പിശാച് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ദൈവവചനത്തിന് കൊടുക്കേണ്ട ഒരു വില കൊടുക്കുന്നില്ല. അപ്പോൾ ദൈവവചനത്തിന് തുറന്നു കൊടുത്ത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കഴിയുമ്പോൾ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങളൊക്കെ സംഭവിക്കും. കാരണം ഈ വചനത്തിൻ്റെ ജീവൻ അത്ര പ്രധാനപ്പെട്ടതാണ്. അത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം മനസ്സും ശരീരവും ആത്മാവും ആത്മാർത്ഥമായി ദൈവസന്നിധി തുറന്നു പിടിക്കുമ്പോൾ മാത്രമേ ഒരു അത്ഭുതം സംഭവിക്കുകയുള്ളൂ. അപ്പം അത് ഞാൻ കണ്ട വ്യക്തി അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ നാളുകൾ ഒത്തിരി പേരിങ്ങനെ ഈ കോവിഡ് കാലത്ത് പോലും ഇങ്ങനെ കാണാൻ വരും, പ്രാർത്ഥിക്കാനൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞാൽ ഒരു സംഭവം ഞാൻ വളരെ വ്യക്തതയോടെ ഞാൻ കണ്ടൊരു കാര്യമാണ്.
അപ്പം അതായത് ഒത്തിരി പേർക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വ്യക്തി, പാവപ്പെട്ട മനുഷ്യൻ, അതിൻ്റെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഒരുപാട് ബന്ധനത്തേക്ക് നമുക്കറിയാം. തല കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറിയാം ആ ഒരു വ്യക്തിയിലേക്ക് ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെന്നറിയാം. ചിരികളിയോ സംസാരമോ ബുദ്ധിയോ കഴിവോ പ്രാന്തിയൊന്നുമില്ല. ഈ അരൂപി ഒഴുകുന്നതെന്ന് പറയുന്നത് ഒരു തലം. അപ്പം അതാ വരുന്ന വ്യക്തിയുടെ ഒരു മനോഭാവത്തിൻ്റെ ഒരു തലമാണ്. അപ്പം ഈ വ്യക്തി വളരെ താഴ്മയോടെ എൻ്റെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ആത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു. വിടുതലും സൗഖ്യവും ഒറ്റ സെക്കൻഡോട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നിമിഷം ഞാൻ കണ്ടുമുട്ടുന്നൊരു സംഭവം, ആ വ്യക്തി പരിപൂർണ്ണമായിട്ട് ഹീൽ ചെയ്യപ്പെടുന്നു, വീട് രക്ഷപ്പെടുന്നു, കുടുംബം രക്ഷപ്പെടുന്നു. പിന്നെ വലിയൊരു മാറ്റമാണ് ഞാൻ കാണുന്നത്. പിറ്റേ ദിവസം ഞാൻ കാണുന്നത് അദ്ദേഹം തൻ്റെ അയൽക്കാരായ ആളുകളെല്ലാം കൂടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. ഒരു വിശുദ്ധനായിട്ട് ആ വ്യക്തി മാറുന്നു. ഒരു സെക്കൻഡ്. കാരണം ആത്മാവ് ഒഴുകുന്നത് ശരിക്കും ആ വ്യക്തി അനുഭവിച്ചു. ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന ഇടയിൽ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ കൃപ എന്നുള്ള പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ കൃപ ഒഴുകുന്നതിൻ്റെ കാരണം എളിമ എന്നൊരൊറ്റ പുണ്യത്തിൻ്റെ പ്രത്യേകത. ഒരു നിമിഷം ഞാനെന്നൊരു ഭാവം നമ്മൾ വരുമ്പോൾ അവിടെ ദൈവാത്മാവിനെതിരെ പോവുകയാണ്. ഞാനെന്നൊരു ഭാവം മതി, സകല കൃപ എടുത്ത് കളയാൻ ഒരു നിമിഷം മതി, ഒറ്റ സംഭവം മതി, അഹങ്കാരം ഒന്ന് സ്പിരിറ്റ് മതി. ജെറമിയ 51:30-31 വചനം നമുക്ക് പറയുന്ന പോലെ വലിയ വചനമാണ്. അതായത് അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങൾ ദൈവമായ കർത്താവ് വരളിച്ചു. അപ്പോൾ അഹങ്കാരം എന്നൊരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഈ ദൈവവചനത്തെ കയറാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവവചനത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നൊരു തലം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം. കഴിഞ്ഞ ആളുകൾ എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറയായിരുന്നു, എന്താണ് എന്നെ നയിച്ചത് ശരിക്കും സുവിശേഷ പ്രഘോഷണമല്ല ആത്മീയ മേഖല നടത്തി ഒറ്റ കാര്യമുള്ളൂ, ദൈവവചനത്തെ ഞാൻ കണ്ണുപൂട്ടി വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫലസമൃദ്ധിയോടെ പ്രവർത്തിക്കുന്നത് കണ്ടു. പൈശാചിക ശക്തികൾ കടന്നു വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവവചനത്തെ കണ്ണുപൂട്ടി വിശ്വസിക്കുന്നൊരു തലം. ദൈവവചനത്തെ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാം. അതുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി ഹൃദയം തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവവചനം ഭക്ഷിക്കുക, എന്തെല്ലാം ദിവസം ബൈബിളിൽ നിന്ന് വായിക്കുക, തിരുവചനം ഒരുപാട് വായിക്കുക, ഹൃദയത്തെ സംഗ്രഹിക്കുക, അതിനോട് സ്നേഹം കാണിക്കുക, അതിനോട് അടുക്കുക. അപ്പോൾ കാണാം പൈശാചശക്തികളൊക്കെ വിട്ടു. ഇത് ജീവനാണത്, ഇത് ശക്തിയാണത്, സൗഖ്യമാണത്, മാനസാന്തരം ഉണ്ടാകും. പക്ഷെ നമ്മളൊക്കെ ഉള്ള കുഴപ്പം, ഒരു ഞാനെന്ന ഭാവം വന്നിട്ട് നമ്മൾ അറിയാതൊരു നിമിഷവും നമ്മൾ തലയിൽ കൊമ്പ് മുളച്ച് കഴിയുമ്പോൾ ഈ ഗ്രേസും കൂടെ നഷ്ടപ്പെട്ടു പോവുക. ഞാൻ ഒത്തിരി പേർക്ക് കൃപ വന്നിട്ട് കൃപ ചോർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. കൃപയുടെ അടുത്ത് വന്നിട്ടും കൃപ കിട്ടാതെ പോകുന്ന ജീവിതങ്ങളുടെ അടിത്തറയിലൊന്നുള്ളൂ. ഒന്നവരിലുള്ള അവിശ്വാസത്തിൻ്റെ കാരണം അഹങ്കാരം. സത്യത്തിൽ ഇവരെ എന്തും നേടും, ജീവിതത്തിൽ ഇങ്ങനെ ചില പറയും നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ അവരൊന്നും തന്നെ നേടുന്നില്ല, അഭിഷേകം നേടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനെന്നും അന്നും ഇന്നും കാണുന്ന ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലൂടെ കിട്ടിയൊരു വലിയൊരു കൃപയുണ്ട്. ആ കൃപയുടെ പ്രവർത്തനം ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും പൈശാചിക ശക്തികൾ നമ്മുടെ അടുത്തേക്ക് പോരില്ല. നമ്മൾ ദൈവവചനം നിറഞ്ഞാൽ പിന്നെ ദുഷ്ടാരൂപികൾ വിട്ടുപോക്കോളും. പിശാചിൻ്റെ പ്രവർത്തനമൊക്കെ കൊണ്ടുപോകും. ശരിക്കും ഉണ്ട്. പിശാച് എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ആളുകളിലാണ് കൂടുതലും പിശാച് പ്രവർത്തിക്കുന്നത്. ഒത്തിരി പലപ്പോഴും നമ്മൾ ആരെയെല്ലാം ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു, അവരോടൊക്കെ നമുക്ക് അപകടം പിന്നീടുണ്ടെന്ന് കാണാൻ പറ്റും. കാരണം അതിനപ്പുറം ശരിക്കും അതിൻ്റെ പ്രവർത്തനം ലോകത്തുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ, അത് തോൽപ്പിക്കണമെങ്കിൽ നമ്മളിൽ ദൈവവചനം നിറയണം. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക. ആഴമുള്ളൊരു മാനസാന്തരം സംഭവിക്കണം. ദൈവവചനത്തിനായിട്ട് നിങ്ങൾ ഹൃദയം തുറക്കണം. ആ വചനത്തിൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ വചനം ഓരോന്നും എടുത്ത് നമ്മൾ ധ്യാനിക്കണം. സങ്കീർത്തനം 119 105 വചനം പറഞ്ഞ പോലെ, കർത്താവേ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവും. കർത്താവേ അങ്ങയുടെ വചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവും. അപ്പോൾ ദൈവവചനം പാദങ്ങൾക്ക് വിളക്കാണ്, വഴികൾക്ക് പ്രകാശം. പോകുന്ന വഴികൾ തുറന്ന് പ്രകാശം എന്തിനാണ്? അപ്പോൾ എൻ്റെ വഴികളുടെ മുന്നിൽ നമ്മൾ നടന്നു പോകാൻ ഒരു പ്രകാശം തെളിഞ്ഞു കിട്ടണം. കാര്യങ്ങൾ വ്യക്തത കിട്ടണമെങ്കിൽ ദൈവവചനം കിട്ടിയാൽ മതി. ഈ വചനത്തോടുള്ള നമ്മുടെ ബന്ധത്തിലുണ്ടായിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോൾ ആ വചനത്തോട് കൂടുതൽ അടുക്കണം.
വീണ്ടും ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12, 13, 14, 15, 15 അവിടെ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുമോ? 13, 14 വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുമോ? അതായത് ആദ്യം കാണുന്നത് ഈ പാറമേൽ വീണ വിത്ത്. അപ്പം അത് അത് ഹൃദയമാണ്, പാറ പോലിരിക്കുന്ന ഹൃദയം. അപ്പം തുറന്നിട്ടില്ല, അത് ഈശോയുടെ വചനം കേൾക്കാൻ തയ്യാറല്ലത്. അപ്പം അത് അടച്ചിട്ടിരിക്കുന്ന ഹൃദയങ്ങൾ. അപ്പം അവർ അതിൻ്റെ കാരണം എന്താ? അവരുടെ ഉള്ളിൽ ചില വലിയ ഗൗരവമേറിയ സുഖങ്ങളും പാപങ്ങളും അഹങ്കാരം നിൽക്കുക. അപ്പോൾ അവരത് വേണ്ട, വചനത്തിനൊരു വില കൊടുക്കുന്നില്ല. ബൈബിളിൽ കാണും, ബൈബിൾ ദൈവവചനത്തിന് വില കൊടുക്കും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അതായത് ഈശോ ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ കയറിയിട്ട് കാള, ആട്, പ്രാവ്, നാണയമാറ്റക്കാർ ഇവരെല്ലാം അടിച്ച് പുറത്താക്കുന്നൊരു വലിയ സംഭവം ഉണ്ടല്ലോ. അപ്പം അതിനുശേഷം പറഞ്ഞു, ഈ ആലയം പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും എന്ന് ഈശോ പറയുന്ന ഒരു നിമിഷം. അപ്പോൾ ഒരു നിമിഷം ഈശോ അവിടെ ഹൃദയം മുഴുവൻ അവർ ശുദ്ധീകരിച്ച് ദൈവം അവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനുശേഷം ഉടനെ കണ്ടുമുട്ടൊരു സംഭവമുണ്ട്. അവരവിടെ ഇവിടുന്ന് പുറത്താക്കി, ഈശോയെ ഉടനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. കാരണം അവരുടെ ഒരു ആചാര അനുഷ്ഠാനങ്ങൾക്ക് അവർക്ക് ഈശോ ഔട്ടടിച്ച്, ശരിക്കും ഈശോയ്ക്ക് വേണ്ടിയാണ് ശരിക്കും ഇതെല്ലാം റെഡിയാക്കിയത്. പക്ഷേ അത് അവർ മാറിപ്പോയി. അപ്പോൾ ഈശോ അവർ പുറത്താക്കി. ഈശോയ്ക്ക് വില കൊടുത്തു, ദൈവവചനത്തിന് വില കൊടുത്തു. എന്തുകൊണ്ട് ഈശോയുടെ വചനങ്ങൾക്ക് വില കൊടുക്കുക? ഈശോ അവർ പുറത്താക്കി. കാരണം അവരുടെ ചിന്താഗതികൾ തന്നെ മറ്റൊന്നായിരുന്നു. അപ്പോൾ സംഭവിച്ചത് പിന്നീട് എന്താ സംഭവിക്കുന്നത്? വലിയൊരു ദുരന്തമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ AD 70 കഴിയുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ദേവാലയം തകർക്കപ്പെടുന്ന കല്ലും. ഈശോ പറയുന്നുണ്ട്, കല്ലുമേ കല്ല് ശേഷിക്കാത്തത് തകർന്നു പോകുന്നു. ഒരു ദേവാലയം തകർന്നു, ജെറുസലേം ദേവാലയം തകർന്നു പോകുന്നതാണ്. ഈശോയുടെ മരണ ഉത്ഥാനം വെച്ചാൽ AD 28, 29 വർഷമെന്ന് സഭയുടെ പാരമ്പര്യ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യം 40 വർഷത്തിന് ശേഷം AD 70 കഴിയുമ്പോൾ കണ്ടുമുട്ടുന്നത് ഈ ജെറുസലേം ദേവാലയം തകർന്നു പോവുക. എല്ലാം തകർപ്പണായി, മുഴുവൻ തീർന്നുപോയി. കാരണം ദൈവവചനമില്ല. ഇത് ലോകത്തിൽ തകർന്നു പോകുന്ന ജീവിതങ്ങൾ, അവരെല്ലാം ഹൃദയത്തിൽ ദൈവവചനത്തിന് സ്ഥാനമില്ല. ദൈവവചനത്തിന് സ്ഥാനമില്ലാത്തപ്പോൾ പരിശുദ്ധാത്മാവിന് സ്ഥാനം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സംഭവം പോലെ വരുന്ന ഒന്നല്ല. അത് ദൈവവചനത്തിൽ അത് നിറഞ്ഞേൽപ്പുണ്ടത്. അപ്പോൾ ആ വചനം ഭക്ഷിക്കണം, സ്വീകരിക്കണം, സ്വന്തമാക്കണം. അപ്പോൾ അത് സ്വീകരിക്കുക. ദൈവവചനത്തെ പുറത്താക്കി അവിടെ ഈശോ ദൈവവചനമാണ്. ആ ഈശോയെ പുറത്താക്കി, ഈശോയുടെ വാക്കുകൾ, വചനങ്ങളാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് അവർ ഈശോയെ പുറത്താക്കി. ഈശോയെ ഒരു പുറത്തടിയാക്കുമ്പോൾ പിന്നീട് കാണുന്നത് ഈശോ ഇല്ലാത്ത ദേവാലയങ്ങളെല്ലാം തകർന്നു പോകും. ഇതെല്ലാം വ്യക്തികൾ, കുടുംബങ്ങൾ, വീടുകൾ എന്തൊക്കെയോ, ഈശോ ഇല്ലാത്തതെല്ലാം തകർന്നു പോകും. ഈശോയ്ക്കുള്ള സ്ഥാനം പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ നമുക്ക് തന്നെയോ ഒക്കെ കൊടുക്കുന്ന ജീവിതങ്ങളും വീടുകളൊക്കെ തകർന്നു പോകും. അതിനൊന്നും ലാസ്റ്റിംഗ് ഇല്ല. കുറച്ച് നാളൊക്കെ കാണും, അതൊക്കെ വിട്ടുപോകും. കുറേ നാളുകൾ തല ഉയർത്തിപ്പിടിച്ചതൊക്കെ നടക്കും, പക്ഷെ അതൊക്കെ നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 5:22 വചനം പറഞ്ഞ പോലെ, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ദൈവവചനമനുസരിക്കുന്നവൻ, ആ വചനത്തിനായിട്ട് ജീവിതം തുറന്നു കൊടുക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവവചനത്തിനായിട്ട് നമ്മൾ തയ്യാറാകുക. എല്ലാ സഹനങ്ങളും അങ്ങയുടെ തിരുക്കുരിശിനോട് ചേർത്ത് വെക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുച്ചോര കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ദുഷ്ടാരൂപികളിൽ നിന്നവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. എല്ലാവിധ ബന്ധനങ്ങളും കെട്ടുകളടിച്ചു മാറ്റണമേ. തിരുരക്തം കൊണ്ട് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ
ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എല്ലാവരും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. എല്ലാ പൈശാചിക പീഡകളും അസ്വസ്ഥതകളും രോഗങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും മുഴുവൻ അഴിഞ്ഞു പോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മകളിലും മകളിലുമുള്ള അസ്വസ്ഥതകളെല്ലാം വിട്ടുപോകട്ടെ. കണ്ണുനീര് മുഴുവനും കൃപയായി മാറട്ടെ. എല്ലാ മുറിവുകളും അഭിഷേകമായി മാറട്ടെ. ദൈവാത്മാവ് എല്ലാവരും നിറയട്ടെ. ദൈവാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശക്തിയോട് സ്തുതിച്ച് ആരാധിക്കുന്നു.